ഫോട്ടോജെനിറ്റിക് എന്നുള്ള വാക്ക് ഉണ്ടോ എന്നറിയില്ല. പക്ഷെ നമ്മളിൽ പല ആളുകളും തമാശ രൂപേണ ഉപയോഗിക്കുന്ന വാക്കാണ് ഫോട്ടോജെനിറ്റിക്. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചവർ. എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന ആളുകളെയാണ് പൊതുവെ ഫോട്ടോജെനിറ്റിക് എന്ന് പറയുന്നത്. പറഞ്ഞു വരുന്നത് ഫോട്ടോജെനിറ്റിക്കിനെ പറ്റിയല്ല. ഫോട്ടോജെനിറ്റിക്കായ ഒരു BJP നേതാവ് തൻ്റെ ഫ്രെയിമിലെത്തിയ പ്രവർത്തകനെ ചവിട്ടി മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. മഹാരാഷ്ട്രയിലെ ജൽന ജില്ലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. BJP നേതാവായിട്ടുള്ള രാഹുൽ സാഹിബ് ഡാൻവെയാണ് തൻ്റെ ഫ്രെയിമിലേക്ക് കടന്നു വന്ന പ്രവർത്തകനെ ചവിട്ടി മാറ്റുന്നത്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഷിൻഡെ സ്ഥാനാർത്ഥിയുമായി അദ്ദേഹം ഒരു ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് BJP പ്രവർത്തകൻ ഫ്രെയിമിലേക്ക് വന്നത്. ഫ്രെയിമിലേക്ക് വന്ന BJP പ്രവർത്തകനെ അതിവിദഗ്ധമായി തന്നെ ഈ BJP നേതാവ് ഫ്രെയിമിൽ നിന്ന് ചവിട്ടി മാറ്റുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെയും ഫ്രെയിമിൽ കാണാം എന്നുള്ളതാണ് രസകരമായ കാര്യം. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. BJP നേതാവ് ഇങ്ങനെ ചെയ്തതിൽ അത്ഭുതമില്ല എന്നാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ പല ആളുകളും അഭിപ്രായപ്പെടുന്നത്. കാരണം BJP നേതാക്കൾ അവരുടെ കൺകണ്ട ദൈവമായി കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇതിൻ്റെയൊക്കെ ഒരു ആശാനാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും പറയുന്നത്. നരേന്ദ്രമോദിയുടെ ക്യാമറ പ്രേമത്തെ പറ്റി നേരത്തെ ദേശീയ മാധ്യമങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യുകയും വലിയ രീതിയിൽ ട്രോളുകൾക്ക് വിധേയമാകുകയും എന്തിനേറെ രാഷ്ട്രീയ എതിരാളികൾ വരെ നരേന്ദ്രമോദിയുടെ ക്യാമറ പ്രേമത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അംഗമായിട്ടുള്ള ഒരു പാർട്ടിയിലെ ഒരു ചെറിയ നേതാവ് ഇത്തരത്തിൽ ഫോട്ടോജെനിറ്റിക് ആയതിൽ വലിയ രീതിയിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത്. അതേസമയം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ ഒരു മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാഹുൽ സാഹിബ് ഡാൻവെ ഇത്തരത്തിൽ തൻ്റെ പ്രവർത്തകനെ ചവിട്ടി മാറ്റിയതിലുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഇവരൊക്കെ പോലുള്ള ആളുകൾ ജനപ്രതിനിധിയായി എത്തിയാൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത്. സ്വന്തം പ്രവർത്തകനെ, അതും സ്വന്തം പാർട്ടിക്ക് വേണ്ടി ജയ് വിളിക്കുകയും സ്വന്തം നേതാവിന് വേണ്ടി എല്ലാവിധ ന്യായീകരണവും നടത്തുന്ന ഒരു പ്രവർത്തകനെ പോലും ഇത്തരത്തിൽ ക്യാമറ ഫ്രെയിമിൽ വന്നതിന് ചവിട്ടി മാറ്റിയ ഒരു പ്രതിനിധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആളുകൾ എങ്ങനെയാണ് ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയാൽ ജനങ്ങളെ പരിഗണിക്കുക എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.